ഫാദർ തോമസ് ഇടയാലച്ചൻ്റെ മറ്റൊരു അനുഭവ സാക്ഷ്യങ്ങളിലേക്ക് സറാഫ് വിഷൻ മീഡിയയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം. ആത്മീയ ജീവിതത്തിൽ അച്ഛൻ വളരെയധികം പ്രചോദനപരമായ രീതിയിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്നത്. വിശ്വാസ വഴി അച്ഛൻ്റെ കലാപരമായ കഴിവുകൾ എങ്ങനെയാണ് വിനിയോഗിച്ചത്? കലയെന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വ്യക്തിപ്രാഭവമാണ് എന്ന് പറയാറുണ്ട്. കാരണം ഒരു വ്യക്തി തൻ്റെ ഉള്ളിലെ കഴിവുകളും സിദ്ധികളുമെല്ലാം പുറത്തേക്ക് കൊണ്ടുവരുന്നത് കലയിലൂടെയാണ്. നന്നായിട്ട് പ്രസംഗം പറയുന്ന എത്രയോ പേരുണ്ട്, കേട്ടിരിക്കും നമ്മൾ. അവരുടെ ആ സർഗപ്രതിഭ അവന് പ്രസംഗം എന്ന കലയിലൂടെയാണ് പ്രകടിപ്പിക്കുക. നന്നായിട്ട് പാട്ട് പാടുന്ന എത്രയോ പേരുണ്ട്. അവരവരുടെ ആ സർഗപ്രതിഭ എന്ന് പറയുന്ന സംഗീതത്തിലേക്കുള്ള കടന്നുപോക്കൽ അതിലൂടെയാണ് പ്രകടിതമാക്കുക. വരയ്ക്കുന്ന എത്ര പേരുണ്ട്, നല്ല മനോഹരമായിട്ട് വരയ്ക്കും. 2 തോളൽ കൊണ്ട് ഒരു പടം ഉണ്ടാക്കിയില്ലേ ആളുകൾ. അപ്പോൾ ആ തരത്തിലൊക്കെയുള്ള ഒരു വ്യക്തിയുടെ സർഗവാസനകളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു മാധ്യമം അതാണ് കലയെന്ന് പറയുന്നത്. അതിലൂടെ ഒരു വ്യക്തി അയാളുടേതായ ഒരു സ്വാധീനം ഈ ഭൂമിയിലെ സമൂഹത്തിൽ സ്ഥാപിക്കുക. ഇവിടെ നടന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ കോടികൾ വാങ്ങുന്ന നടന്മാരില്ലേ, അവരുടെയൊക്കെ സർഗപ്രതിഭ അവർ ഓരോ സന്ദർഭങ്ങളിൽ പലതരം കഥാപാത്രങ്ങളെ തന്മയത്തോടെ അവതരിപ്പിക്കുമ്പം കിട്ടുന്ന അതിൻ്റെ റിസൾട്ടാണ് അഭിനയം എന്നൊക്കെ പറയും. അവരത് അങ്ങനെ ആക്കി തീർക്കുക. അപ്പോൾ ദൈവം നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള കഴിവുകൾ നമ്മളത് കണ്ടിട്ടില്ല. അതിനവസരം നമ്മൾ ഒരുക്കുമ്പോൾ അതിലൂടെ നമ്മളിലുള്ള ഈ വാസനകളെല്ലാം പ്രകടിതമാകുന്നു, കഴിവുകൾ പ്രകടിതമാകുന്നു. അപ്പോൾ അതൊക്കെ ദൈവത്തിന് സ്തുതി പറയാനുള്ള ഒന്നായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കാർക്കും ബുദ്ധിമുട്ടില്ല. നമ്മളൊരു 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള വേദങ്ങളിലേക്ക് തിരിയുമ്പോൾ വേദങ്ങൾ മുഴുവൻ ദൈവസ്തുതികളാണ്. അതാണ് ഈ വേദത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഒരു സംഗീതത്തിന് വേണ്ടി ഒരു വേദം പോലും ഉണ്ടെന്നാണ് ഹൈന്ദവ ശാസ്ത്രത്തിൽ പറയാം, ഈ വിശ്വാസത്തെക്കുറിച്ച് പറയുക. അപ്പോൾ ആ മതത്തിൻ്റെ മുഴുവൻ അന്തസത്ത, അതിൻ്റെ വിശ്വാസ സംഹിത, അതിനോട് ചേർന്ന് പോകുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ എല്ലാം പുറത്തു വരുന്ന ഈ തരത്തിലുള്ള കവിതകളിലൂടെയാണ്. അപ്പം അതിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കും. ഞാൻ ഈ സംഗീതത്തെക്കുറിച്ച് പറയുമ്പം മറന്നു പോകാതെ വിട്ടുപോകാതെ ഒരു കാര്യം പറയുന്നറിയോ, ആബരസിനെ കുറിച്ചാണ്. ഞാനത് വിട്ടുപോയാൽ അത് വലിയ അപരാധമായിരിക്കും എനിക്ക്. കാരണം എന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് ഊണ് പോലും തന്ന് അച്ഛനവിടെ ഇരിക്കുക, എനിക്ക് കുറേ കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് ഈ ഗാനമേഖലയിൽ എന്നെ വളർത്തിയ, പോറ്റിയ, പറ്റുന്ന ചോറ് തന്ന് പോലും എന്നെ പോറ്റിയ, പ്രോത്സാഹിപ്പിച്ച ഒരു മനുഷ്യൻ. കേരള സാംസ്കാരിക ലോകത്തിൻ്റെ അടിത്തറ പാകിയിട്ടുള്ള വ്യക്തികളിൽ ഒരാളെ ആവരത്തിലാണ്. അതും സംഗീതം മാത്രമല്ല, എല്ലാ കലകളിലും ഈ കലാഭവനിലൂടെയൊക്കെ അദ്ദേഹം ആവിഷ്കരിച്ച വലിയ വലിയ കാര്യങ്ങൾ. അത് ഈ സാംസ്കാരിക കേരളത്തിൽ ഒരിക്കലും ആബേലിനെ മറക്കാൻ പറ്റില്ല. നമ്മൾ 2 കൈയും കൂപ്പി അദ്ദേഹത്തോട് ദൈവത്തിന് നന്ദി പറയേണ്ട ഒരു മനുഷ്യനാണ്. പ്രത്യേകിച്ച് ശൈലികളൊക്കെ ഉണ്ട് ആബേലിന്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ആബേലിനെ ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിന് മുമ്പിൽ എൻ്റെ അഭിവാദനങ്ങളും അതുപോലെ തന്നെ എൻ്റെ സ്നേഹാദരവും ഞാൻ അർപ്പിക്കുന്നു. ആദ്യ ശാന്തി നേരുന്നു. പിന്നെ എൻ്റെ കാര്യം പറയാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ തമ്പുരാനിൽ നിക്ഷേപിച്ച ഒരു സർഗവാസന എന്ന് പറയുന്നത് ഈ സംഗീതത്തോട് ബന്ധപ്പെടുത്തിയതൊക്കെയാണ്. അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ സ്കൂളിലൊക്കെ കവിത എഴുതും. സെമിനാരി വന്നപ്പോഴും ചില കവിതകളൊക്കെ ഇങ്ങനെ എഴുതും, മാസികകളിൽ. അതായിരുന്നു എൻ്റെ പശ്ചാത്തലം. പിന്നെ ഈ മലയാള ഭാഷയോട് എനിക്കൊരു അടുപ്പം തോന്നിയത് പഠനകാലത്ത്. ഭാഷയൊക്കെ പഠിക്കണം, സാംസ്കാരിക മേഖലയിൽ ഈ ഭാഷയ്ക്ക് വളരെ പ്രധാന സ്ഥാനമുണ്ട്. അപ്പോൾ ഞാൻ ആ ഭാഷയൊക്കെ കഴിയുന്നിടത്തോളം കൈകാര്യം ചെയ്യാൻ കുറേ വായനകൾ, പദ്യങ്ങൾ വായനകൾ, കവികളെ എടുത്ത് വെച്ച് വായിക്കുക. പട്ടാം തോന്നിച്ച നേരത്തെ ഈ കവിതാ പുസ്തകമൊക്കെ ചുമന്നുകൊണ്ട് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ നിന്നും യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നിന്നൊക്കെ വരുമ്പോൾ അച്ഛനെ കവിത എന്ന് ചോദിക്കുന്ന ഒരു മനസ്സുണ്ട്. അങ്ങനെ ഒരാൾ ചോദിച്ചത് അച്ഛനടുത്ത് കവിതയൊക്കെ വായിക്കും, അച്ഛൻ വല്ല ബൈബിൾ വായിച്ചാൽ പോലെ. പക്ഷേ ബൈബിളായിരുന്നു ഒരു കാലഘട്ടങ്ങളിൽ ഈ ജനത്തിൻ്റെ മുഴുവൻ ആത്മീയ. ഉദാഹരണത്തിന് നേഗർ എന്ന് പറയുന്ന ജർമ്മൻ കവി, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായി ഇവിടെ വന്നു. എന്നിട്ട് അദ്ദേഹം സമയമാരത്വത്തിൽ നിന്നൊരു കവിതയില്ല, അത് അദ്ദേഹത്തിൻ്റെതാണ്. അങ്ങനെയൊക്കെയുള്ള വിദേശിയിൽ ഇവിടെ വന്നപ്പോൾ അവർ നമ്മുടെ ഭാഷ പഠിച്ചിട്ട് തിരുവചനത്തിൽ നിന്ന് ആവേശം
ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ആവേശത്തോടെ പാടിയ സമയമാനത്തിൽ. അപ്പോൾ അതിന് പുറകിലൊരു വലിയ ദൈവശാസ്ത്രമൊക്കെ കിടപ്പുണ്ട്. അതായത് ഈ ഭൂമിയൊന്നുമല്ലെന്നും ഈ ഭൂമിയിലെ ജീവിതം എന്നൊക്കെ പറയുന്ന ഇവിടെ തീരുമെന്ന് നമ്മുടെ യാത്രക്കാരാണെന്നൊരു ബോധ്യം. അപ്പോൾ ഇന്ന് നമ്മൾ സമയമാനത്തിൽ പാടുന്ന എപ്പോഴാണെന്നറിയാം? മരിക്കുമ്പോൾ. കറക്റ്റ്. മരിക്കുമ്പോഴാണ് ആ പാട്ടിൻ്റെ സാഹിത്യമുള്ളൂ. പക്ഷേ മരിക്കുമ്പോഴല്ല, ജീവിക്കുന്നവനാണ് ആ പാട്ടിൻ്റെ സാഹിത്യം. നമ്മളിങ്ങനെ ഇതേക്കുറിച്ചൊക്കെ ഒരു വിശകലനം നടത്തിയപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഈ ബ്രിട്ടീഷുകാരല്ല, പോർച്ചുഗീസുകാർ ഇവിടെ വന്നപ്പോഴാണ് ഈ സാംസ്കാരിക മേഖലകളിലും ഭാഷയുടെ മേഖലകളിലൊക്കെ മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത്. അവരിവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളിലേക്ക് ക്രിസ്തുമതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്ന് ചേർത്ത് വെച്ചു. എന്നിട്ട് കുറേയൊക്കെ നിർബന്ധങ്ങളൊക്കെ അവർ നടത്തി. കാരണം ഇവിടെ ഈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വംശീയതയുടെ പ്രശ്നമുണ്ട് ഇവിടെ, ജാതിയുടെ പ്രശ്നമുണ്ട് ഇവിടെ, അങ്ങനെയൊക്കെയുള്ള വർഗീയതയുടെ പ്രശ്നമുണ്ട്. വേർതിരിവുകളെയൊക്കെ മാറ്റിയിട്ട് ഈ മനുഷ്യരെല്ലാം ഒന്നിപ്പിക്കാൻ അവർ കണ്ടെത്തിയ മാർഗം ഈ ഭാഷയും സാഹിത്യമൊക്കെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചു, ഒത്തിരി വളർത്തി. ആ കഥകൾ വേറെന്താണ്, അത് നമുക്ക് ഒരു വലിയ വിഷയമാണ്, വേറെ പഠിക്കാൻ പറ്റിയൊരു വിഷയമാണ്. നമ്മൾ വിദേശീയതയെ ഓർത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അവരിവിടെ വന്നില്ല എന്നുള്ളത്. ഇത് പ്രാന്താലയം തന്നെയാണ് പോയത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ പാഠ്യാലയം വന്നുള്ളൂ, പ്രാന്താലയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വേർതിരിവുകൾക്കൊക്കെ അപ്പുറം ഈ മനുഷ്യൻ്റെ മനസ്സുകളെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോകാനുള്ള ഒരു വൈഭവം കാട്ടിയത് വിദേശ മിഷണറിമാരാണ്. അവരൊന്നും മറക്കാൻ പറ്റുമെന്നില്ല. ഇത് നമ്മളൊത്തിരി പേര് തമസ്കരിക്കുന്നില്ല ഇവിടെ. അപ്പോൾ ചാവറയച്ചൻ ചെയ്ത സേവനങ്ങളെ മിണ്ടുന്നില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള കുറേ സാമൂഹിക പ്രശ്നങ്ങളും രാഷ്ട്രീയം കൊണ്ട് നശിപ്പിക്കപ്പെട്ട മേഖലകളുമൊക്കെ ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞു നമ്മൾ ഉണരണം, ഈ ക്രൈസ്തവർ ഉണരണം. നമ്മളിന്നും ഒരു കാലങ്ങളിൽ ക്രൈസ്തവരെയെല്ലാം കൃഷിക്കാരായിട്ട് കണ്ടിട്ട് മലകളിലേക്കും കൃഷിഭൂമിയിലേക്കും പറഞ്ഞു വിട്ടു. വായനയും പഠനമൊക്കെ വേറെ ജലക്കൂട്ടു. അങ്ങനൊരു പരാജയം നമുക്ക് സഭയ്ക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമ്പന്നത എന്നുള്ളത് നമുക്കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് വേറൊരു വശം. എല്ലാത്തിനും രണ്ട് വശമുണ്ടല്ലോ. സാംസ്കാരിക മേഖലയിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ പറ്റും. നമ്മളതിനെയൊക്കെ പണ്ട് യേശുദാസ് പറയുന്നത് ക്രിസ്ത്യാനിക്ക് എന്തൊരു പാട്ടെന്ന് ആരാണ്ട് ചോദിച്ചു, ആരാണെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അല്ല, ക്രിസ്ത്യാനിയുടെ ഒരു സംഭാവനയുണ്ട് ഈ സംഗീതത്തിൻ്റെ മേഖലകളിലും ഒക്കെ. അത് ശാസ്ത്രീയ സംഗീതം മുതൽ ഇങ്ങോട്ട് വരുന്ന പടപ്പാട്ട് വരെ ഉള്ള കിടക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ സംഗീതത്തെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ സംഗീതമെന്ന് പറയുന്നത് അവിടെ മത ജാതി ചിന്തകളൊന്നുമില്ല. ഏവർക്കും അവരുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവരാകുന്ന ഏറ്റവും വലിയൊരു ദൈവകൃപയാണ് ഈ സംഗീതം നമുക്ക് വിചാരിക്കാൻ പറ്റും. നമ്മളതിനെ ക്രിസ്തീയമെന്നോ ഹൈന്ദവമെന്നോ ഒന്നും വേർതിരിക്കുന്നത് ശരിയല്ല. ശരിക്കും നല്ല സാഹിത്യ കൃതികൾ പോലും ഈ സംഗീതത്തിൻ്റെ പിറകിലുള്ള ഗാനങ്ങളുടെയൊക്കെ പിറകിൽ കിടപ്പുണ്ട്. നല്ല ഒന്നാമത്തെ സാഹിത്യങ്ങളൊക്കെ അതൊന്നും ആരും കണ്ടെത്താൻ ശ്രമിക്കാറില്ല. ഇങ്ങനെയുള്ള ചില പഠനങ്ങളൊക്കെ ഈ അച്ഛന്മാരൊക്കെ നടത്തുന്നൊക്കെയാണ്. ഈ കൊച്ചച്ഛന്മാർക്കൊന്നും വലിയ പണിയൊന്നുമില്ലെന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ പറയാറില്ല. ഇപ്പോഴത്തെ കൊച്ചച്ഛന്മാർക്ക് വലിയ പണിയൊന്നുമില്ലെന്ന്, അവർക്ക് പാലം കെട്ടാനില്ല, റോഡ് നന്നാക്കാനില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും ചെയ്യാനൊന്നുമില്ല. ഇപ്പം എല്ലാം റെഡിയാണ്, ഞാൻ ഈ വണ്ടിയെല്ലാം റെഡിയാക്കി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചാൽ മതി എന്ന് പറയുന്ന ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതൊക്കെ കാരണന്മാരുടെ അധ്വാനത്തിൻ്റെ ഫലം കിടപ്പുണ്ടാവും. ഇനിയായി ഞാൻ പറഞ്ഞ പുത്തൻ മേഖലകളിലേക്ക് പഠനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ചെറുതലമുറകൾക്ക് കഴിഞ്ഞാൽ അത് വേറൊരു സംഭാവനയായിരിക്കും നമുക്ക് സഭയിൽ നിന്ന് കൊടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ പാട്ടുകളെക്കുറിച്ചൊക്കെ നമുക്ക് ചില ഗവേഷണമൊക്കെ നടത്തി നമ്മുടെ ആളുകൾ പ്രബുദ്ധരാകുക, അല്ലെ പ്രബുദ്ധരാക്കുക എന്നൊക്കെ പറയുന്നത് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എല്ലാത്തിൻ്റെയും മുമ്പിൽ നമുക്കൊരു നിസ്സംഗതയാണ്. അത് മാർപ്പാപ്പ പറഞ്ഞു ഏറ്റവും വലിയ പാപമുള്ള ഒരു നിസ്സംഗതയാണ്, ഇൻഡിഫറൻസ്. എന്നോട് പ്രത്യേകിച്ച് മമതയൊന്നുമില്ല, എല്ലാത്തിനോടും ഓ എന്ന് പറയുന്നു. അല്ല, ഈ സംഗീതം എന്തിനെല്ലാം ഉപകരിച്ചു? പ്രണയത്തിന് സംഗീതം വേണം. പ്രണയകാലം എന്ന് പറയുന്നത് ശക്തമെന്നറിയാം. ഒരു പാട്ടിൻ്റെ വരികളിലൂടെയാണ് ഒരു പ്രണയം നീണ്ടു പോകുക. അല്ലെങ്കിൽ ഒരു പാട്ട് പാടിയാണ് ഒരു പ്രണയം ആരംഭിക്കുക. പ്രണയത്തെ നിലനിർത്തുന്നത് ഈ പല ഗാനങ്ങൾ. അങ്ങനെ പ്രണയഗാനങ്ങൾ തന്നെയുണ്ട്. വിരഹഗാനങ്ങളുണ്ട്. സുമംഗലിനിയോ ഓർമ്മിക്കുമോ, ഇത് സ്വർഗത്തിലെങ്കിലും ഈ ഗാനം, അത് വിരഹഗാനമാണ്. ഒരു കൊച്ചിനെ ഓർക്കണമെങ്കിൽ ഇത് വേണം, താരാട്ട് വേണം. അപ്പോൾ അവിടെയും ഗാനമുണ്ട്. പാടത്ത് കാള പൂട്ടുന്ന ഒരു കർഷകൻ പോലും അവനും കാളെ പട്ടി പോകുമ്പോഴും കാട് പറിക്കുമ്പോഴും ഒക്കെ ഗാനമുണ്ടാവും. അതുപോലെ നാളാളുകളെ വിളിച്ചു കൂട്ടാൻ ഇത് മൈക്ക് വെച്ച് കഴിഞ്ഞു. പാട്ടാണ് ഉപകരിക്കുക, അല്ലാതെ മൈക്ക് തുറന്നിട്ട് ഉടനെ പ്രസംഗമല്ല. ഒരു പ്രസംഗകൻ രാഷ്ട്രീയമോ മതപരമായ പ്രസംഗകൻ വരുന്നോടും വരെ ഈ ആളുകളെ പിടിച്ചു നിർത്തുന്നില്ല.
അവിടെ വയ്ക്കപ്പെടുന്ന പാട്ടുകൾ അത് മതി. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഗാനങ്ങളിലൂടെ ഇന്നും നിറവേറ്റപ്പെടുന്നുണ്ട്. നമ്മുടെ ആരാധനാ മേഖല മാത്രമേ ഞാൻ ഇത് വേദത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരുപാട് ദൈവസ്തുതികൾ. കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനം ഈ കേരളത്തിലെ സഭയ്ക്ക് ചെയ്ത സേവനം പലപ്പോഴും അവഗണിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. കാരണം അതിനകത്ത് ത്യാഗവും സഹനവും ഒക്കെ ചേർത്ത് വെച്ചിരുന്നു. അതുകൊണ്ടാണ് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നൊക്കെ പറയുന്നതിനകത്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവനവൻ്റെ ആധ്യാത്മിക ജീവിതം നിലനിർത്തിക്കൊണ്ട് പോവുക, കുടുംബത്തിലത് ഒരു സമ്പത്തായിട്ട് മാറ്റിവെക്കുക. അപ്പം അന്നൊക്കെ എന്തുമാത്രം ഗാനങ്ങളൊക്കെ ഉണ്ടായി. എത്ര പെട്ടെന്ന് ധാരാളം എഴുത്തുകാരൻ രംഗത്ത് വന്നത്. വലിയ ഭയങ്കര സാഹിത്യമൊന്നുമില്ലെങ്കിലും ഉള്ളിൽ തട്ടുന്ന കൊച്ചു കൊച്ചു ഗാനങ്ങളിലൂടെ ഇപ്പം ദൈവ പിതാവേ അതിനകത്ത് എന്ത് ഭയങ്കര ആശയമുണ്ട്. പക്ഷേ അതിനകത്തൊരു സംഗീതമുണ്ട്. എല്ലാവരും പാടുന്ന കുറേ പാട്ടുകൾ ഈ കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനത്തിൽ കവികൾ അല്ലാതിരുന്ന ആളുകളുടെ ഈ പേനത്തുമ്പിലൂടെയും നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അതേസമയം ആബേലച്ചനെ പോലുള്ള ഒരുപാട് വലിയ പ്രതിഭകളുണ്ട്. അവർ ഈ ദിവസങ്ങളിൽ ദുഃഖവെള്ളിയാഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആബേലച്ചൻ്റെ ദിവസമെന്ന് ഞാൻ പറയും. കാരണം 2 ഭയങ്കര പാട്ടുകളല്ലേ കിടക്കുന്നത്. ഗാബത്താമലിയും വിലാപത്തിന് മാറ്റി കേട്ടു. പാത കഴുകുന്ന യേശുവിനെ മുമ്പ് കണ്ടുകൊണ്ട് പ്രാരത്തിൽ വെള്ളം എടുത്താൽ എന്താ ചെയ്ത് വെൺകച്ചി വരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി എന്നൊക്കെ പറയുമ്പോൾ അതങ്ങ് തറച്ചു കയറിയില്ലേ ഉള്ളിലേക്ക്. അങ്ങനെയുള്ള ഈ ഗാനങ്ങളൊന്നും ഇന്നില്ല എന്ന് പറയുന്നത് സങ്കടകരമാണ്. ഞാൻ പറഞ്ഞു ഒരുപാട് ഗാനങ്ങൾ വരുന്നത്. ആനപ്രസവം എന്നൊക്കെ പറഞ്ഞ ഞാനിങ്ങനെയൊക്കെ പറയുകയാണ് ചിലപ്പോൾ. ആനപ്രസവം എന്ന് പറഞ്ഞാൽ ശരിയോ തെറ്റോ ശാസ്ത്രീയമായിട്ട് പറയുന്നത് 24 മാസമാണ് ഒരു ആനയുടെ ഗർഭകാലം. 24 മാസം കഴിയുമ്പോൾ ഒരു ആനക്കുട്ടിയെ പ്രസവിക്കും. ആനക്കുട്ടി. അതേസമയം സൂകരപ്രസവം എന്ന് പറഞ്ഞ് വേറൊരു ഫ്രേസുണ്ട് മലയാളത്തിൽ. ഒത്തിരി എണ്ണത്തിന് 10-15 പ്രസവിക്കും പന്നി. ആർക്കും വലിയ ഗുണം അല്ല. നമ്മൾ 2 വരി എഴുതിയുള്ളെങ്കിലും 4 വരി എഴുതിയുള്ളെങ്കിലും അതിനകത്ത് സാഹിത്യം വേണം, അതിനകത്ത് കവിത വേണം, അതിനകത്ത് ദൈവശാസ്ത്രം വേണം, ആശയം വേണം, അതിനകത്ത് ആഴങ്ങൾ വേണം, ആത്മീയ ആഴങ്ങൾ, അനുഭവം വേണം. ഇങ്ങനെയുള്ള കുറേ നല്ല സംഗതികളെയൊക്കെ ചേർത്ത് വെച്ചാൽ ഒരു നല്ല ക്രിസ്ത്യഗാനം. അല്ലാതെ ഒരു കടലാശയായി കിട്ടി അങ്ങനെ ഒരു പാട്ട് എഴുതുന്നില്ല. ഇത് മെഡിറ്റേഷൻ്റെ ഭാഗമാണ്. ഇത് ധ്യാനത്തിന് ഭാഗം. ധ്യാനത്തിൽ നിന്നാണ് ഗാനം ഉണ്ടാകേണ്ടത്. അപ്പോൾ ഗാനം ധ്യാനത്തിലേക്ക് ആളുകൾ നയിക്കണം. അതായത് മിസ്റ്റിക് ലെവൽ എന്നൊക്കെ പറയും. നമുക്കങ്ങനെ ഒരുപാട് ഗാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള മൂല്യങ്ങളെ ഒക്കെ ഇന്ന് മറന്നിട്ട് എൻ്റെ പേര് പത്തടിച്ചു അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്നെ എല്ലാവരും ആദരിക്കാൻ ഈ ആദരവൊന്നും വേണ്ട നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ലക്ഷ്യങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് ഗാനങ്ങൾ എന്ന് പറയുന്നത് അത് ഞാനിപ്പം ചെയ്യുന്ന ഒരു ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ചില സംഗീത സംവിധായകരൊക്കെ ആരുടെ അടുത്ത് ആളുകൾ പാട്ട് കൊണ്ട് കൊടുത്താൽ അവർ നോക്കിയിട്ട് എന്നെ വിളിക്കും, അച്ഛാ ഈ ലൈൻ വിളിക്കുന്നത് ശരിയല്ല, അതൊന്ന് മാറ്റാൻ എന്നാ പണി. കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞ അധ്വാനം എന്ന വാക്കിനകത്തൊരു ധായുണ്ട്. അത് ഉച്ചരിക്കുമ്പം പാടുമ്പോൾ ഫു എന്നുള്ള ഇതൊക്കെ തട്ടും. ആ അധ്വാനം ഒന്ന് മാറ്റി വെക്കും. ഞാൻ പറഞ്ഞ അധ്വാനം എന്നുള്ള വാക്ക് ആളാൾ എഴുതിയെങ്കിൽ അതിനങ്ങേപ്പുറം വേറൊരു വാക്ക് പകരം വയ്ക്കാനില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും ശാഠ്യം പിടിക്കുന്ന, ശണ്ഠ കൂടുന്ന, കലഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. നല്ല വരികളുണ്ട്. ചിലക്കെതിരെ നല്ല എഴുതി കൊടുത്താലും തൃപ്തി വരിക. അതുകൊണ്ട് എൻ്റെ ഗാനങ്ങളെന്ന് പറയുന്ന ആ ഒരു സമാഹാരത്തിനകത്ത് ആകപ്പാടെ 250 ഘട്ടത്തൊക്കെ ഉള്ളൂ. അത് ഞാൻ എൻ്റെ ജൂബിലി വന്നപ്പോൾ അതൊരു പുസ്തകമായിട്ട് എൻ്റെ ഇടവക്കാർ എനിക്ക് അടിച്ചു തന്നു. അച്ഛൻ്റെ ആത്മീയ ഗീതങ്ങളുടെ വിശേഷങ്ങൾ നമ്മൾ കേട്ടു. അച്ഛൻ്റെ പാട്ടനുഭവങ്ങളുമായി വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.